ഗുഡ് മോർണിംഗ്. ഇവിടെ നൽകിയിരിക്കുന്നത് പിയാനോ മാനുഫാക്ചറിംഗ് കമ്പനിയുടെ കോസ്റ്റ് ഡാറ്റയാണ്. അതിൽ നിന്നും കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. അതേ തുടർന്ന് ഒരു ലാർജ് പിയാനോ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള കോസ്റ്റ് എത്രമാത്രമാണെന്ന് എസ്റ്റിമേറ്റ് ചെയ്യുക. Stock of raw materials on 31/12/2014. Purchase of raw material. Stock of raw material on 31/12/2015. ഐറ്റംസ് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്നുള്ളതിൽ അഡ്ജസ്റ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ ഡയറക്റ്റ് വേജസ് ആഡ് ചെയ്യുക. പ്രൈം കോസ്റ്റ് ലഭിക്കുന്നു. തുടർന്ന് വർക്ക്സ് ഓവർ ഹെഡ് നൽകിയിട്ടുണ്ട്, അത് ആഡ് ചെയ്യുക. വർക്ക്സ് കോസ്റ്റ് ലഭിക്കുന്നു. തുടർന്ന് ഓഫീസ് ഓവർ ഹെഡ് നൽകിയിട്ടുണ്ട്, അത് ആഡ് ചെയ്യുക. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ലഭിക്കുന്നു. ഇനി തുടർന്ന് പെർസെൻറ്റേജ് ഓഫ് വർക്ക്സ് ഓൺ കോസ്റ്റ് ടു വേജസ് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് വേജസിൻ്റെ എത്ര ശതമാനമാണ് വർക്ക്സ് ഓൺ കോസ്റ്റ് അഥവാ ഫാക്ടറി ഓവർ ഹെഡ്. അതിനുള്ള ഇക്വേഷനാണ് ഫാക്ടറി ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് വേജസ് ഇൻറ്റു 100. അപ്പോൾ നമുക്ക് വേജസിൻ്റെ എത്ര ശതമാനമാണ് ഫാക്ടറി ഓവർ ഹെഡായിട്ട് ആ കമ്പനി ചാർജ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നതാണ്. വർക്ക്സ് ഓൺ കോസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക ഫാക്ടറി ഓവർ ഹെഡാണ്. ഫാക്ടറി ഓവർ ഹെഡിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല എങ്കിൽ വേജസിൻ്റെ ഇത്ര ശതമാനം എന്നുള്ള രീതിയിലാണ് ഫാക്ടറി ഓവർ ഹെഡ് എടുക്കുക. പെർസെൻറ്റേജ് ഓഫ് ഓഫീസ് ഓവർ ഹെഡ് ടു വർക്ക്സ് കോസ്റ്റ്, അതായത് വർക്ക്സ് കോസ്റ്റിൻ്റെ എത്ര ശതമാനമാണ് ഓഫീസ് ഓവർ ഹെഡ് എന്നുള്ളതാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ ഇക്വേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ വർക്ക്സ് കോസ്റ്റ് ഇൻറ്റു 100 എന്നാണ്. What price should the company quote to supply a large piano which it is estimated will require material worth rupees 3,200 and will involve an expenditure of rupees 1,500 in wages, so that it will yield a profit of 20% on the selling price? പിയാനോ മാനുഫാക്ചറിംഗ് നടത്തുന്ന കമ്പനിയുടെ കോസ്റ്റ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തു. തുടർന്ന് പറഞ്ഞിരിക്കുക ഒരു ലാർജ് പിയാനോയുടെ ടെൻഡർ പ്രൈസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, അഥവാ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുക. അങ്ങനെ ആ ലാർജ് പിയാനോയുടെ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് 3,200 ആണെന്ന് പറയുന്നുണ്ട്. വേജസ് എന്ന് പറയുന്നത് 1,500 ആണ്. ആ പിയാനോയുടെ പ്രോഫിറ്റ് എന്ന് പറയുക സെല്ലിംഗ് പ്രൈസിൻ്റെ 20%. ഈ ഐറ്റംസ് ഉപയോഗിച്ചാണ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. നിലവിലുള്ള കോസ്റ്റ് ഡാറ്റ ഉപയോഗിച്ചുള്ള കോസ്റ്റ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്തിരിക്കുക. അതോടൊപ്പം തന്നെ വേജസിൻ്റെ എത്ര ശതമാനമാണ് ഫാക്ടറി ഓവർഹെഡ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. വർക്ക്സ് കോസ്റ്റിൻ്റെ എത്ര ശതമാനമാണ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്നുള്ളതും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്.
ഈ രണ്ട് ഐറ്റംസ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ലാർജ് പിയാനോയുടെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റും ഡയറക്റ്റ് വേജസുമാണ് നമുക്ക് നൽകിയിരിക്കുക. തുടർന്നുള്ള ആ ലാർജ് പിയാനോയുടെ ഫാക്ടറി ഓവർഹെഡ്, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ക്രൈറ്റീരിയ ആയിട്ടാണ് നമ്മൾ പെർസെൻറ്റേജ് ഓഫ് ഫാക്ടറി ഓവർഹെഡും പെർസെൻറ്റേജ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കോസ്റ്റ് ഷീറ്റ് ഷോയിങ് ദി ടെൻഡർ പ്രൈസ് ഓഫ് എ പിയാനോ. ലാർജ് പിയാനോയുടെ ടെൻഡർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ആ ക്വസ്റ്റ്യനിൽ നമുക്ക് നൽകിയിട്ടുണ്ട് ആ പിയാനോയുടെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് 3200 ആണ്. അത് റെക്കോർഡ് ചെയ്യുക. അതിൻ്റെ ഡയറക്റ്റ് വേജസ് 1500 ആണ്. അത് ആഡ് ചെയ്യുമ്പോൾ 4700 ലഭിക്കുന്നു. തുടർന്ന് ലാർജ് പിയാനോയുടെ പ്രോഫിറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രമേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഒരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ ഫാക്ടറി ഓവർഹെഡും അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡും ഒക്കെ റെക്കോർഡ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പിയാനോ മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത് അവിടെ ഫോളോ ചെയ്യുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വേജസിൻ്റെ 36% ആണ് ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ വേജസ് എന്ന് പറയുന്നത് 1500 ആണ്. അതിൻ്റെ 36% ആണ് 540. അതാണ് ഇവിടുത്തെ ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുക. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്ന് പറയുന്നത് വർക്ക്സ് കോസ്റ്റിൻ്റെ 5% ആണ്. അപ്പോൾ പ്രൈം കോസ്റ്റും ഫാക്ടറി ഓവർഹെഡും ആഡ് ചെയ്യുക. അപ്പോൾ വർക്ക്സ് കോസ്റ്റ് കിട്ടുന്നു 5240. അതിൻ്റെ 5% ആണ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്ന് പറയുക. അത് 262 ആണ്. അങ്ങനെ വർക്ക്സ് കോസ്റ്റിൻ്റെ കൂടെ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ലഭിക്കുന്നു. ഇനി അതിൻ്റെ കാര്യം പറഞ്ഞിരിക്കുക. പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസിൻ്റെ 20% ആണ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്താണെന്ന് നമുക്കിവിടെ നൽകിയിട്ടില്ല. ആയതിനാൽ സെയിൽസിൻ്റെ 20% ആണ് പ്രോഫിറ്റ് എങ്കിൽ സെല്ലിംഗ് പ്രൈസ് നമുക്ക് നൽകിയിട്ടും ഇല്ലാത്തതിനാൽ അത് കോസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി വേണം പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അതുകൊണ്ട് സെയിൽസിൻ്റെ 20% പ്രോഫിറ്റ് എന്ന് പറയുന്നത് കോസ്റ്റിൻ്റെ 25% പ്രോഫിറ്റിന് തുല്യമാണ്. അതിൻ്റെ വർക്കിംഗ് നോട്ട് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്തതുമാണ്. ഈ പ്രോബ്ലം അസൈൻമെൻ്റായിട്ട് സബ്മിറ്റ് ചെയ്യുക.